നമസ്കാരം. കുന്നംകുളം കക്കാട് വാദ്യകലാക്ഷേത്രത്തിൻ്റെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളെ വിശദീകരിക്കാനാണ് പത്രസമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത്. 25 വർഷത്തോളമായി കുന്നംകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന അവിടുത്തെ അടിയന്തരക്കാരനും കൂടിയായ ശ്രീ കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ 2000 ആരംഭിച്ചിട്ടുള്ളതാണ് ഈ കക്കാട് വാദ്യകലാക്ഷേത്രം. എല്ലാ വർഷവും നിരവധി പ്രഗത്ഭരായിട്ടുള്ള വാദ്യ മേളപ്രമാണിമാർക്കും ഒരു കക്കാട് പുരസ്കാരം എന്ന പേരിൽ നൽകി വരുന്നുണ്ട്. അതിപ്പോൾ 26ാമത്തെ വർഷമാണ്. ഈ ആഗസ്റ്റ് 9 നമ്മൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്. കുന്നംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബദനി സെൻറ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്. പ്രഗത്ഭരായ നിരവധി വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്നു. അത് ഈ വർഷത്തെ പുരസ്കാരം നമ്മൾ നൽകുന്നത് തിമില വിദ്വാൻ, വളരെ പ്രശസ്തനായ ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അവർകൾക്കാണ്. അദ്ദേഹം നിരവധി പഞ്ചവാദ്യ വേദികളിൽ പ്രാമാണ്യം വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യത്തെ ഈ കക്കാട് പുരസ്കാരം നൽകുന്നത്. കൂടാതെ കലാചാര്യ പുരസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ എല്ലാ വർഷവും കൊടുത്തു വരുന്ന ഒരു കാര്യമാണ്. അത് ശ്രീ കാഞ്ഞങ്ങാട് മുരളീധര മാരാർ, അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. കൂടാതെ യുവ നിരയിൽ വാദ്യപ്രഭ പുരസ്കാരം എന്നുള്ള പേരിൽ ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, കല്ലൂർ രാമൻകുട്ടി മാരാരുടെ മകൻ കൂടിയായ ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണനാണ് അത് നൽകി വരുന്നത്. അതുപോലെ വാദ്യകല സാഹിത്യ പുരസ്കാരം, അതൊരു സാഹിത്യത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ കാൽവെപ്പാണ്. ശ്രീ ഡോക്ടർ NP വിജയകൃഷ്ണൻ, നിരവധി ലേഖനങ്ങളും നിരൂപണങ്ങളൊക്കെ എഴുതുന്ന വളരെ പ്രശസ്തനായ ശ്രീ NP വിജയകൃഷ്ണനാണ്, ഡോക്ടർ NP വിജയകൃഷ്ണനാണ് അത് ഈ വർഷം നമ്മൾ നൽകുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനാണ്. അതുപോലെ കുന്നംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ PG ജയപ്രകാശ് അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ പത്മശ്രീ സുന്ദർമേനോൻ, നമ്മുടെ മുൻ തിരുവമ്പാടി പ്രസിഡന്റ് ശ്രീ സുന്ദർമേനോൻ, അതുപോലെ തന്നെ ആവണങ്ങാട്ട് കളരിയിലെ ശ്രീ AU രഘുരാമ പണിക്കർ, അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കേണൽ രവി സാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറി ഗിരീഷ് കുമാറും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആ പരിപാടിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പേർ ഇതിനെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അനുഗ്രഹ പ്രഭാഷണം ശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂരിപ്പാടാണ്. അദ്ദേഹം ക്ഷേത്രം തന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ അനുഗ്രഹ പ്രഭാഷണം ഉള്ളത്. ആശംസാ പ്രസംഗങ്ങൾ ശ്രീ പറക്കാട് തങ്കപ്പൻ മാരാർ, തിമില വാദകൻ തന്നെയാണ്. അതുപോലെ റോഷി തോടാട്ട്, നഗരസഭയുടെ വാർഡ് കൗൺസിലർ കൂടിയാണ്. സുനീഷ് അയ്നിപ്പുള്ളി കക്കാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ്. അതുപോലെ ഫാദർ സക്രിയ, അദ്ദേഹം ബദനി കോൺവെന്റിൻ്റെ സ്കൂളിൻ്റെ മാനേജർ ആണ്. അതുപോലെ ലക്ഷ്മിക്കുട്ടി ടീച്ചർ ക്ഷേത്രം മാതൃസമിതിയുടെ പ്രസിഡന്റാണ്. ഇവരൊക്കെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. മാത്രമല്ല, നമ്മൾ എല്ലാ വർഷവും ഒരു ചികിത്സാ ധനസഹായ വിതരണം പതിവുണ്ട്. അത് കക്കാട് രാജപ്പന്മാരാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും എൻഡോമെൻ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അച്ഛൻ പ്രശസ്തനായിട്ടുള്ളൊരു ചിത്രകലാ അധ്യാപകനായിരുന്നു. കുന്നംകുളത്തെ തന്നെ MJD എന്ന് പറയുന്ന സ്കൂളിലെ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിട്ട് വിരമിച്ച ആളായിരുന്നു MS ശങ്കരനാരായണൻ മാരാർ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെയും ലക്ഷ്മി മാരസ്യാർ അമ്മ അവിടെ മാതൃസമിതിയുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെയധികം കക്കാടിൻ്റെ ഉന്നമനത്തിന് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവർ രണ്ടാരുടെയും പേരിൽ നമ്മൾ നൽകുന്ന എൻഡോമെന്റ് അത് നൽകുന്നുണ്ട്.
കഴിഞ്ഞ വർഷങ്ങളായിട്ട്. കൂടാതെ ഈ വർഷം നമ്മൾ ഈ 2000 കക്കാട് വാദികലാക്ഷേത്രം തുടങ്ങുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു ശ്രീ ഇ രഘുനന്ദൻ. ഇപ്പോൾ ഹീമോഫീലിയ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് അവസാനം 1 വർഷം മുമ്പ് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മൾ ഒരു ചികിത്സാ ധനസഹായം കൂടി നൽകുന്നുണ്ട്. പിന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് മാത്രമല്ല, അവിടെ 3000-ഓളം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ സ്ഥിരമായിട്ട് 6 മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ 3 അരങ്ങേറ്റം നടക്കുകയുണ്ടായി. തായമ്പകയിലും മേളത്തിലും ഒക്കെ അരങ്ങേറ്റം കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായി. അപ്പോൾ ആ അരങ്ങേറ്റത്തിൽ പങ്കെടുത്ത് ആ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ഒരു ഉപഹാരം നൽകുന്നുണ്ട്. ഒരു ചടങ്ങ് കൂടി അതിനോടനുബന്ധിച്ച് ഉണ്ട്. അതുപോലെ അവിടുത്തെ കലാക്ഷേത്രത്തിലെ നല്ലൊരു PTA ഉണ്ട്. ആ PTA അംഗങ്ങളുടെ തിരുവാതിരക്കളി, കുട്ടികളുടെ ആദ്യം പഞ്ചാരിമേളം, ഏറ്റവും ചെറിയ കുട്ടികളുടെ പഞ്ചാരിമേളം, അത് കഴിഞ്ഞ് കുറച്ച് മുതിർന്നവരുടെ പാണ്ടിമേളം തുടങ്ങിയ പരിപാടികളുമായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ആണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ഏതാണ്ട് ഒരു 7 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി. അവസാനം ഒരു വീരനാട്യം എന്ന് പറയുന്ന ഒരു കലാപരിപാടി കൂടി ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ കുന്നംകുളത്താണ് എങ്കിലും ഇവിടുത്തെ എല്ലാ സ്നേഹികളും എത്തണം എന്നുള്ള ഒരു താല്പര്യം കൂടിയുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തൃശ്ശൂരിൽ വന്ന് ഇത്ര സമ്മേളനം നടത്താറുണ്ട്. നമുക്ക് നല്ലൊരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഈ വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. 26 എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു ഉണ്ണികൃഷ്ണനായിരുന്നു. കക്കാട് രാജപ്പന്മാരാർ പ്രസിഡന്റ്, വാദ്യകലാക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹം K. സുരേഷ് കുറുപ്പ് ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ മധു K. നായർ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ബിജു മാരാർ ട്രഷറർ. വിഷ്ണു വടക്കേകാട്, അദ്ദേഹം പ്രഥമ ശിഷ്യനും കൂടാതെ അവിടുത്തെ യൂത്ത് വിങ്ങിന്റെ കൺവീനർ കൂടിയാണ്. അതെ.